പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് അവർക്ക് ഒരു ശുഭദിനവും ഒപ്പം തിരുവാതിര ആശംസകൾ നേർന്നുകൊണ്ട് ഒരു തത്സമയ സംരക്ഷണത്തിലേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുകയാണ്. കടയ്ക്കൽ തിരുവാതിര അറ്റ് 2025 എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു എന്റെ പോയതെല്ലാം ഞാൻ പോയി മൈക്കെടുത്ത് സൂം ചെയ്ത് നല്ല ഫ്രെയിമാണ്. അത് ചെയ്തോ, മോൻ ചെയ്തോ. ഞാൻ പോയി മൈക്കും എല്ലായിടത്തും സെറ്റിലാക്കാം പറ്റും കേട്ടോ. നമ്മളെ കളിയാക്കിയതാണ്. പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായ ശുദ്ധജലം ഊട്ടുപുരയുടെ സമീപത്തു നിന്നും ഭക്തജനങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതാണ്. പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ 50 രൂപയുടെ പൊങ്കാല കൂപ്പൺ നിർബന്ധമായും വാങ്ങിയിരിക്കേണ്ടതും പൊങ്കാല നിവേദ്യ സമയത്ത് ഹാജരാക്കേണ്ടതുമാണ്. പൊങ്കാല അർപ്പിക്കുന്ന സ്ഥലത്തിനുള്ളിൽ ക്ഷേത്രഭാരവാഹികളും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും അല്ലാതെ മറ്റു പുരുഷന്മാർ പ്രവേശിക്കുവാൻ പാടില്ല. ദയവായി സഹകരിക്കുക. യാതൊരു കാരണവശാലും പൊങ്കാല അടുപ്പുകൾ യഥാസ്ഥാനത്ത് നിന്നും മാറ്റുവാൻ പാടില്ല. അല്ല, ഞാനുണ്ട് 4 ഞാൻ ഒരു 10 ഓൺലൈൻ മാധ്യമങ്ങളല്ലേ ഫുള്ള് തന്നെ അതുവരെ ഇല്ല, എത്തത്തില്ല. അതിനകത്ത് മഞ്ഞ ബാർ വരും, കറക്റ്റ് ലെവൽ വരുമ്പോ ആ ലെവൽ ഇതുണ്ട്. ഇവിടെ ഇപ്പൊ ക്രോസ് ആണ് ചരിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോക്കാം, നൂരുമ്പം മഞ്ഞ 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 ഉണ്ടോ? ലൈവില് വന്നിട്ട് ലൈവ് ഓടിക്കണില്ലേ? മൈക്കുണ്ടല്ലേ, കാര്യം എടുക്കാൻ പോകും. ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾ ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ ലൈവ് ചെയ്തോളാം, തുടങ്ങും. ഉത്സവം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങും. ഞാൻ വന്ന് ഏറ്റെടുത്തോളാം. മനീഷേ, വൈകിട്ട് നമുക്ക് അവിടെ ഇടണേ, അവിടെ ഗ്യാപ്പാവും. സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷനായി ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കടയ്ക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിന്റെ സാംസ്കാരിക സമ്മേളന വേദി ഒരുങ്ങുകയാണ്. വിശിഷ്ടാതിഥികൾ ഒക്കെ തന്നെ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്ഘാടനം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. ഒരു കാലത്ത് കടയ്ക്കൽ ദേശീയോത്സവം മാത്രമായിരുന്നു തിരുവാതിരയെങ്കിൽ ഇന്ന് തെക്കൻ കേരളത്തിന്റെ ദേശീയോത്സവമായി തിരുവാതിര മാറിയിരിക്കുകയാണ്. ഈ കടയ്ക്കൽ തിരുവാതിരയുടെ ഏറ്റവും വലിയ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ തീർച്ചയായും
തെക്കൻ കേരളത്തിലെ പൂരം ഈ തിരുവാതിര മഹോത്സവത്തിന്റെ ഉദ്ഘാടന യോഗത്തിന് സ്വാഗതം പറയുവാൻ വേണ്ടി ക്ഷേത്ര ഉപദേവ സമിതി സെക്രട്ടറി ഐ അനിൽകുമാറിനെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ ക്ഷേത്ര ഉപദേവ സമിതി പ്രസിഡന്റ് ശ്രീ വികാസ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊടുത്തിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ദേവി ഭക്തരെ, ക്ഷേത്രോപദേശ സമിതി നിലവിൽ വന്നതിന് ശേഷം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. തലയിൽ ക്ഷേത്രത്തിൽ കാവിന്റെ നിർമ്മാണം ഉൾപ്പെടെ മതിൽ, മിനി സ്റ്റേജ് മുതൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് തലയിൽ ക്ഷേത്രത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ശിവക്ഷേത്രത്തിൽ ഇപ്പോൾ നവരാത്രി മണ്ഡപത്തിന്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം തന്നെ അത് പൂർത്തീകരിച്ച് ദേവസ്വം ബോർഡിന് കൈമാറുന്നതാണ്. അതുപോലെ തന്നെ അവിടുത്തെ തിടപ്പള്ളിയുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി തിടപ്പള്ളി വളരെ മനോഹരമായി നിർമ്മിച്ചു കൊടുക്കാൻ ഈ ഉപദേശസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ചിരകാല ശബ്ദമായിരുന്ന ഊട്ടുപുര നമ്മൾ 2 വർഷത്തിന് മുന്നേ തന്നെ വളരെ മനോഹരമായി നിർമ്മിച്ച് ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ നമുക്കത് ദേവസ്വം ബോർഡിന് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 5 ടോയ്ലറ്റ് ബ്ലോക്ക് കൂടി നമ്മൾ ഉദയസമിതിയുടെ നേതൃത്വത്തിൽ പണിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയറയുടെ വർക്കാണ് നമുക്കിപ്പോൾ നിലനിർത്തുന്നത്. പള്ളിയുടെ വർക്ക് വളരെ ശോചനീയ അവസ്ഥയിലാണ് പള്ളിയറയുടെ അവസ്ഥ. അത് കുറിപ്പ് നമ്മളെടുത്ത് പറയുകയും ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും അവരുടെ അനുവാദത്തോടുകൂടി തന്നെ തന്ത്രിയെ കൊണ്ടുവന്ന് പരിശോധിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അത് ഒതുക്കി പണിയണമെന്ന് നിർദ്ദേശം തരികയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റരാശി വെച്ച് സമയം നോക്കി അതിന്റെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20 ലക്ഷം രൂപയോളം തടി തന്നെ
അതിനുവേണ്ടി നമുക്ക് സ്ഥിരമാകുന്നുണ്ട്. അതുപോലെ തന്നെ അടിഭാഗം കൃഷ്ണശില ഉപയോഗിച്ചാണ് പണിയുന്നത്. അത് മയിലാടിയിൽ ഏതാണ്ട് 5.5 ലക്ഷം രൂപയോടുകൂടി അത് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വർക്ക് അവിടെ നടക്കുന്നു. തിരുവാതിര കഴിഞ്ഞ ഉടൻ തന്നെ അതിന്റെ വർക്ക് കൂടി പൂർത്തീകരിച്ച് ദേവിക്ക് സമർപ്പിക്കും. അങ്ങനെ ഒട്ടനവധി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ ഉദയസൂര്യ കാലയളവിൽ നടന്നിട്ടുള്ളത്. അതെല്ലാവർക്കും 3 ക്ഷേത്രങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. മഹാശിവ ക്ഷേത്രം, തലയിൽ ക്ഷേത്രം, ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഈ കാലയളവിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ. അതെല്ലാം ഭക്തജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത സംഭാവനകൾ കൊണ്ടും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് പിന്നെ ഒരു 600 കസേര, 170 മേശ, വാട്ടർ ടാങ്ക്, വാട്ടർ ടാപ്പ് അങ്ങനെയുള്ള ചില സാധനങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്കിനി വിവാഹം പോലുള്ള ചടങ്ങുകൾ അവിടെ വെച്ച് നടത്താം. അത് നല്ലൊരു വരുമാനം ദേവസ്വം ബോർഡിന് കിട്ടുന്നതുമാണ്. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനം ഈ ഉപദേശസമിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്താറുണ്ട്. എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതും കൃത്യമായിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതൊരു കാര്യം അദ്ദേഹത്തിനോട് പോയി പറഞ്ഞാലും നമ്മളെ വിളിച്ചിരുത്തിയ ഒരു സഹോദരനെ പോലെ നമ്മളോട് സംസാരിച്ച് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അപ്പോൾ തന്നെ വിളിച്ച് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും നമുക്ക് കൃത്യമായി ചെയ്തു തരുന്ന പ്രശാന്ത് സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള അരുൺ എസ് നായർ IAS, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, ചിങ്ങേലിക്കാരനാണ്. അദ്ദേഹം വിദ്യാഭ്യാസ കാലം മുതലെല്ലാം നമ്മൾ എപ്പോഴും കാണുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള അരുൺ IAS സാറിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അജികുമാർ സാറിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാം കെ ഡാനിയൽ സാറ് നമുക്ക് ക്ഷേത്രക്കുളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് അതിൽ നിന്ന് നമുക്ക് തരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ഷേത്രക്കുളം വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ കൈവരിയും മാത്രമാണ് ഇപ്പോൾ ഇല്ലാതെ ഇരിക്കുന്നത്. അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടു അതും നമുക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സാം കെ ഡാനിയൽ സാറിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൊങ്കാല ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ അമൃത സിനിമ സീരിയൽ താരമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും നമ്മൾ പറയുന്ന ഏത് കാര്യത്തിലും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം സഹകരിച്ചിരിക്കുന്ന മനോജ് കുമാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നജീബത്ത്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജീബത്തിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. CV പ്രകാശ്, ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ, അദ്ദേഹത്തിന് യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വരാമെന്ന് പറഞ്ഞാണ്, പുള്ളി ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ രഞ്ജിത്ത് കേശവൻ, ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ തിരുവനന്തപുരം ദേവസ്വം ബോർഡ്, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിജയമോഹൻ സാർ, ബഹുമാന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തിരുവനന്തപുരം ദേവസ്വം ബോർഡ്, അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ സാർ നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനത്തിലും നമ്മളോടൊപ്പം സഹകരിക്കുകയും അദ്ദേഹം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ SHO രാജേഷ് സാർ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആണ് ഇവിടെ നിൽക്കുകയെന്നാണ് തോന്നുന്നത്. രാജേഷ് സാറിനും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അടക്കൽ അബ്ദുൽ അസീസ് മൗലവിയെ നമ്മൾ ക്ഷണിച്ചിരുന്നു. പുള്ളി സ്ഥലത്തില്ലാന്ന് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോശി ജോൺ ഓർത്തഡോക്സ് ചർച്ച് അച്ഛൻ വരാമെന്ന് ഏറ്റിട്ടുള്ളതാണ്. അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ഡോക്ടർ IS പ്രദീപ്, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ തിരുവനന്തപുരം ദേവസ്വം. ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾക്ക് ഏത് വർക്കിനുമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടാലും അദ്ദേഹത്തിനാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും തരികയും എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദീപ് സാറിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ SGO രാധാകൃഷ്ണൻ സാറും നമ്മളോടൊപ്പം സഹകരിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മളൊരുവനായി നമ്മളോട് പ്രവർത്തിക്കുന്ന SGO രാധാകൃഷ്ണൻ സാറിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ചടയമംഗലം ബ്ലോക്ക് മെമ്പർ ഷിജി എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിജിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ജയൻ മർഫിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റായും സെക്രട്ടറിയായും ഉപദേശസമിതിയുടെ പ്രസിഡന്റായും സെക്രട്ടറിയൊക്കെ ഇവിടെ നിരവധി കാലങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്ന ആളാണ്. കൂടാതെ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയാണ്. നമ്മുടെ ഒരു സഹോദരനെ പോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് എല്ലാവിധ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന മർഫിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി രാഹുൽ ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായി നമ്മുടെ കൂടെ ഒപ്പമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഉത്സവ കമ്മിറ്റിയുടെ ട്രഷറാണ്, ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സുരേന്ദ്രപിള്ള സാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കൃതജ്ഞ പറയുന്ന വിഷ്ണു എസ് കുമാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റിയുടെ ട്രഷറർ വിജേഷിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ദേവി നടയിൽ വന്ന് പൊങ്കാല അർപ്പിക്കാൻ വന്ന ഭക്തജനങ്ങളും നാട്ടുകാരും എല്ലാവരെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നത്. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ പത്രമാധ്യമം, മറ്റ് സുഹൃത്തുക്കൾ, പൊങ്കാല അമ്മമ്മ, എല്ലാവർക്കും വ്യാപാരി വ്യവസായ സമിതി, ഓട്ടോ തൊഴിലാളി യൂണിയൻ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആരാധ്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാർ. നമ്മുടെ തന്നെ നാട്ടുകാരിലും നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശത്ത് നിന്ന് പോയി കളക്ടറായ ഏറെ സ്നേഹം നിറഞ്ഞ ഡോക്ടർ അരുണസ് നായർ, ബോർഡ് മെമ്പറായ അജിത് കുമാർ സാർ, നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംബെ ഡാനിയൽ, പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീനിവാസികൽ നാടൻ അമൃത മീനാർ, കടയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് M മനോജ് കുമാർ, നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ സാർ, കടയ്ക്കൽ SHO രാജേഷ് സാർ, എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള അബ്ദുൽ അസീസ് മൗലവി, ഫാദർ കോസി ജോൺ, AS പ്രദീപ് സാർ, SGO രാധാകൃഷ്ണൻ സാർ, ബ്ലോക്ക് മെമ്പർ ഷജി, ആത്തർമൂട് വാർഡ് മെമ്പർ ജെ മർഫി, ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് രാഹുൽ കൃഷ്ണൻ, പ്രസിഡന്റ് PR സുരേന്ദ്രപിള്ള സാർ, കൃതജ്ഞത പറയുന്ന ഉപദേശസമിതിയുടെ വൈസ് പ്രസിഡന്റ് വിഷ്ണു S കുമാർ. ഏറെ സന്തോഷകരമായ മുഹൂർത്തമാണ് നമുക്കെല്ലാവർക്കും. കടയ്ക്കൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ നാനാജാതി മതസ്ഥർ ജാതിമത ഭേദമന്യേ ദിനരാത്രങ്ങൾ ഒരേപോലെ കാണുന്ന ഒരു ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര മഹോത്സവം. ഒട്ടേറെ അമ്മമാർ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത്. ഇതിനു സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ക്ഷേത്ര ഉപദേശ സമിതി നിലവിൽ വന്ന 2022 അദ്ദേഹം വിശദീകരിച്ച് നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ എല്ലാം ചിരകാല അഭിലാഷമായിരുന്ന ഊട്ടുപുര വളരെ സാധാരണക്കാരുടെ ഒരു കല്യാണം നടത്തുന്നതിന്റെ ആവശ്യകത മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഊട്ടുപുരയും നടപ്പന്തലും എന്ന സ്വപ്ന സാഫല്യം നടപ്പാക്കിയത്. നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്പോഴാണ് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ബഹുമാനീയനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടിക്കണ ഇടപെട്ട് അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ മേശയും കസേരയും മറ്റടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി കിട്ടിയിട്ടുള്ളത്. വളരെ നന്ദിയോടുകൂടി എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമയം വന്നതിന് ശേഷം ദേവസ്വം ബോർഡ് നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് കിട്ടിയെന്ന് ഉറപ്പ് സന്തോഷത്തോടുകൂടി ഈ അവസരം പങ്കിടുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേത്രച്ചിറ
നിങ്ങൾക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമായിരുന്നു. ഒരു 4 മരണങ്ങൾ നമ്മെ വിട്ടുപോയിട്ടുണ്ട് ആ ക്ഷേത്ര ചെലവ് കാരണമായിക്കൊണ്ട്. ദേവസ്വം ബോർഡ് നിരന്തര അപേക്ഷകൾ കൊടുത്ത് ആ മരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു വേലി കിട്ടുവാൻ ഈ തിരുവാതിര മകരസുന്ദരത്തിലെ വേലികൾ ഇന്ന് പണി പൂർത്തിയാവുകയാണ്. 3 കവാടങ്ങളിലും സീൽ വേലി നിർമ്മിച്ചുകൊണ്ട് ആ പണി ഇന്ന് പൂർത്തീകരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 2 കാര്യങ്ങളും ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടി. പിന്നെ കൂടാതെ നമുക്ക് ജനറേറ്റർ അനുവദിച്ചിട്ടുണ്ട്. അതിൽ ചില സാങ്കേതിക കാരണങ്ങളുണ്ട്. ആ ജനറേറ്ററിന്റെ ടെൻഡർ നമുക്ക് ഏറ്റെടുത്ത് നടക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ ക്ഷേത്ര ഉപസമിതിക്ക് നൽകാൻ പറ്റുന്നതല്ല. കാരണം അന്നത്തെ എസ്റ്റിമേറ്റ് പ്രകാരം ജയിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ കൊട്ടേഷനിൽ ആ ജനറേറ്റർ പൊല്യൂഷൻ ഉള്ളതായിരുന്നു. ഇപ്പോൾ ആ ജനറേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്ത സാധ്യതയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ 15 ലക്ഷം രൂപ ആകുന്ന അവസ്ഥയാണ്. നമ്മുടെ ചെറിയൊരു പ്രദേശമാണ്. ഇവർ തന്ന നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ദേവി ഭക്തർ തരുന്ന ഒരു ചെറിയ തുകകളും ചെറുതും വലുതുമായ സംഭാവനകൾ കൊണ്ടാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ദേശീയ ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോഴാണ് ഒരു സരസ്വതി മണ്ഡപം ആദ്യം അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ സരസ്വതി മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിക്കും. ഏകദേശം 2 മാസം കാലം കൊണ്ട് ആ പണി പൂർത്തീകരിക്കും. അതുപോലെ തന്നെ പള്ളിയറ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അതിന്റെ തടി പൂർണ്ണമായി നിർമ്മിച്ച അവസ്ഥയിൽ തന്നെ നമ്മൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ഏറെ സ്നേഹമുള്ള ജ്യേഷ്ഠത്തുല്യനായുള്ള പള്ളിയമ്പലം ജയിച്ചത് അദ്ദേഹം സ്പോൺസർ ചെയ്തുകൊണ്ട് ആ തടി പൂർണ്ണമായി ഏകദേശം 11 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ തടിയെല്ലാം വാങ്ങുന്നത്. പൂർണ്ണമായി തടിയെല്ലാം പണിത് നമ്മുടെ ആ സ്റ്റോറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തിരുവാതിര മഹോത്സവം സമാപിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് നിശ്ചിത പീരീഡ് മാത്രമേ നമ്മുടെ ഒരു സമിതിക്ക് ഇനി ബാക്കിയുള്ളൂ. ജൂൺ 19 നമ്മുടെ കാലാവധി തീരുന്നതിന് തന്നെ നിങ്ങൾ ജനങ്ങൾക്ക് ഈ ക്ഷേത്രം പള്ളിയറുടെ പണി പൂർത്തിയാക്കി അർപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ആണ് നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും ആ പണി പൂർത്തീകരിക്കും. ക്ഷേത്ര ആചാരങ്ങൾക്ക് ഒരു കോട്ടവും വരുത്താത്ത രീതി തന്നെയാണ്. ആ നോട്ടീസിൽ തന്നെ വിശദമായി കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കോട്ടവും തെറ്റാത്ത രീതിയിൽ. കാരണം ഒട്ടേറെ സവിശേഷമുള്ള ക്ഷേത്രമാണ്. അകത്ത് കുറുപ്പിന് മാത്രമേ കയറാൻ പറ്റൂ. സമാനമായ അറ സൃഷ്ടിച്ചുകൊണ്ടാണ് ആ പണി പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ കല്ല് പാകുന്നത് കൃഷ്ണശിലയുള്ള കല്ലുപാട് തമിഴ്നാട് പോയി ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെല്ലാം ആ പണി കൂടി പിന്നെ കളം വരയ്ക്കുന്ന തട്ട് പൂർണ്ണമായി കല്ല് പാകിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ് ഈ ക്ഷേത്രം പുതുക്കി പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ. എന്നെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് ഈ ക്ഷേത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം പണിഞ്ഞതായി എനിക്കോ നിങ്ങൾക്കോ മുൻതലമുറയിലോ കേട്ടതായിട്ട് അറിവുമില്ല. എന്നാലും ഞാനും നിങ്ങളും നടക്കുന്ന ഈ സമയവും ചരിത്രവും എപ്പോഴും രേഖപ്പെടുത്തുമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഉറപ്പു നൽകുകയാണ്. മുൻകാലങ്ങളിൽ വരുന്ന തലമുറ ഇതെന്നും ഓർത്തുവയ്ക്കും എന്നുകൂടി പറയുകയാണ്. എന്തായാലും ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ വലിയ സ്റ്റേജിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികൾ ആ കൊച്ചു സ്റ്റേജ് മിനി സ്റ്റേജിലാണ് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ വലിയ കലാകാരന്മാർ ഇവിടെ നിന്ന് വാർത്തെടുക്കപ്പെട്ടിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ ആ കൊച്ചു ക്ഷേത്രത്തിൽ വന്ന അവരുടെ ഒരു ആഗ്രഹമാണ് തമ്പുരാട്ടിയുടെ മുമ്പിൽ ഡാൻസും മറ്റുള്ള കലാമത്സരങ്ങൾ അവതരിപ്പിക്കുക. അവരും വലിയ മെഗാസ്റ്റാറുകളെ പോലുള്ള പരിപാടികൾ അവതരിപ്പിക്കണമെന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വലിയ സ്റ്റേജിൽ തന്നെ അവർക്ക് വേണ്ടി എല്ലാ സൗകര്യവും LED വാളും ലൈറ്റും ഒരു മെഗാ ഷോ എങ്ങനെ അവതരിപ്പിക്കണം, അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവർക്ക് ആ സജ്ജീകരണം ഒരുക്കി കൊടുത്തത്. 5 ദിവസം നിങ്ങളെല്ലാം കണ്ടതാണ്. ഒരു വലിയ ഷോ നടക്കുന്ന രീതിയിലാണ് ഒട്ടേറെ കലാകാരന്മാർ നമ്മുടെ പ്രദേശത്ത് നിന്നുള്ളത്. അവരെല്ലാം ഭാവിയിൽ വളരെ വളരെ നല്ല ഒരു പ്രോഗ്രാമുകൾ 5 ദിവസം അരങ്ങേറിയത്. കാക്കാരിശി നാടകം ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ പരിപാടികൾ നടന്നത്. ഇനി വരുന്ന പ്രോഗ്രാമുകളെല്ലാം അത് സഹായിച്ചിട്ടുള്ള ഒട്ടേറെ സ്പോൺസർമാരുടെ നോട്ടീസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒട്ടേറെ പേരെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള ജോധ്പുരിനടക്കമുള്ള വളരെ എല്ലാ ദിവസവും വളരെ ഒരു സദ്യ ഒരുക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് വലിയ 10 ദിവസം പ്രോഗ്രാം ഒരുക്കിയിട്ടുള്ളത്. വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും തിരുവാതിര നടത്തിപ്പിന്റെ ഭാഗമായി മാറണം. നിങ്ങളും മാറണം. നമ്മുടെ ദേശത്തിന്റെ ഐക്യവും വോട്ടും നമുക്ക് ഉയർത്തി തന്നെ കാണണം. യശസ്സുകൾ ഉയർത്തി കാണണം. അതുപോലെ തന്നെ ഒട്ടേറെ സ്റ്റാളുകളും മേളകളും വിരികളും
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം ഉൾപ്പെടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ കാഠിന്യം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എന്തായാലും ഈ നിമിഷം ഓർക്കുന്നത് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ സാമ്പത്തികമുള്ളവരുണ്ട്, സാമ്പത്തികം ഇല്ലാത്തവരുണ്ട്. എല്ലാവർക്കും ആ നോട്ടീസ് എടുത്ത് നോക്കിയാൽ കൂട്ടിച്ചേർക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും ഈ നിമിഷം ഒരു നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ജയചന്ദ്രൻ ഉൾപ്പെടെ പേരെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പള്ളിയറയുടെ പണി ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രോഗ്രാമത്തിന്റെ സ്പോൺസറായും അദ്ദേഹം വരുന്നുണ്ട്. ഒരുപാട് പേര്, അതുപോലെ തന്നെ സുരേഷ് അണ്ണൻ, CP സുരേഷ് അണ്ണനൊക്കെ ഉള്ള ഒരുപാട് വ്യക്തികളുണ്ട്. എടുത്ത് പറയുന്നതിൽ നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ പോയി സഹായിച്ചിട്ടുള്ള ഒരുപാട് പേര്, ചെറുതും വലുതുമായി തുകകൾ തന്ന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് പേരെടുത്ത് ഒരുപാട് പേരുടെ പറയാൻ ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കും. കല്ലുപാകുന്ന കാര്യം തന്നെ പറഞ്ഞ പഴയ നമ്മളൊരു ചടങ്ങോടെ നടത്തിയിരുന്നു. പള്ളികളുടെ കല്ലുപാകുന്ന അടിസ്ഥാനത്തിൽ കല്ലുപാകുന്നത് ഒരടി ഖനത്തിലുള്ള കല്ല് പാകുന്നത് കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴും തന്നെ 4 വ്യക്തികൾ അത് ഏറ്റെടുത്തു. കല്ല് പൂർണ്ണമായി അവർ വാങ്ങി നൽകാമെന്ന് ബാഹുലേ മാവനും പള്ളിയമ്പലം ജയിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് രാധാകൃഷ്ണപിള്ളയും ഋഷിക ഭാവന ഈ 4 പേര് ചേർന്നാണ് വാങ്ങി നൽകുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി ബാബുലയമാവൻ, ഇനി നമ്മുടെ ഒപ്പം പ്രവർത്തിച്ച ബിനീഷിന്റെ അച്ഛൻ ബാബുലയമാവൻ, 4 വ്യക്തികളാണ് ഇത് വാങ്ങി നൽകുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി നമ്മളിത് പൂർത്തീകരിച്ച് നിശ്ചിത കാലങ്ങളിൽ പൂർത്തീകരിക്കും. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പൊങ്കാലയുടെ എല്ലാ അമ്മമാർക്കും വന്ന വ്യക്തിത്വങ്ങളും ഇത് കേൾക്കുന്ന പൊതു വ്യാപാരി സുഹൃത്തുക്കളോടും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദികൾ പറഞ്ഞു സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആരാധനായ PS പ്രസാദ് സാറിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ശ്രീ S. വികാസ്, ഇവിടെ സ്വാഗതം പറഞ്ഞ ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി ശ്രീ I. അനിൽകുമാർ, ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഡോക്ടർ അരുൺ S. നായർ IAS, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട മെമ്പർ ശ്രീ അജികുമാർ, ഈ മേല ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, പൊങ്കാല ഉദ്ഘാടനം നിർവഹിക്കുന്ന അമൃത VR, അനുബന്ധ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്ന M. മനോജ് കുമാർ, J. നജീബത്ത്, CV പ്രകാശ്, M. ശേഖർ, S. വിജയമോഹൻ, J. ഉണ്ണികൃഷ്ണൻ നായർ, PS. രാജേഷ്, കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, കോശി M. ജോൺ, S. പ്രദീപ്, S. രാധാകൃഷ്ണൻ, S. ഷഹി, J. M. മൻസി, അഡ്വക്കേറ്റ് രാഹുൽകൃഷ്ണൻ, VR. സുരേന്ദ്രൻ പിള്ള, ഇവിടെ പ്രദർശനം പറയേണ്ട ശ്രീ വിഷ്ണു S. കുമാർ, എന്റെ മുന്നിൽ അണിനിരന്നിരിക്കുന്ന അമ്മമാരെ, സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ദേശത്തിന്റെ മഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്.
ഒരു പക്ഷേ ഇതൊരു ഈ ദേശത്തിന്റെ മഹോത്സവം മാത്രമല്ല, നമ്മുടെ ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ഒരു പ്രധാനപ്പെട്ട പൗരാണികമായ ഉത്സവം കൂടിയാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഉപദേശക സമിതിയാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്ന് പറയുവാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഓരോ കാര്യങ്ങളും ഇവിടെ ഈ ഉപദേശക സമിതിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയുക എന്ന് പറയുന്നത് ചുരുക്കം ചില ദേവസ്വം ഉപദേശക സമിതികൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. ഓരോ കാര്യങ്ങളും അവർ ചെയ്ത ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഭക്തജനങ്ങൾ, അവരെ സഹായിച്ച ഭക്തജനങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അങ്ങനെ അവർക്ക് പറയുവാൻ സാധിക്കുന്നത് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളും വിശ്വാസ സമൂഹവുമാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു ക്ഷേത്രത്തിന്റെ വികസനം സാധ്യമാകുന്നത് ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ നിറഞ്ഞ മനസ്സാണ്, അവരുടെ അർപ്പണ മനോഭാവമാണ്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികളും അവരുടെ നിറഞ്ഞ മനസ്സും അവരുടെ സംഭാവനയും അതൊന്നൊന്നായി കൂട്ടിയെടുത്ത് വളരെ സുതാര്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഉപദേശക സമിതിയും പിന്നെ ദേവസ്വം ബോർഡും കൂടി ചേരുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിന്റെ നവീകരണം, ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി, ഒരു ക്ഷേത്രത്തിന്റെ ഐശ്വര്യം സംഭവിക്കുന്നത്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. എന്തെല്ലാം വികസന പദ്ധതികളാണ് സത്യത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഓരോന്നോരോന്നായി പറയുകയാണ്. അതെല്ലാം സാധ്യമായത് ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടുകൂടിയാണ്. അത് തുണിക്കൂട്ടിയെടുത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കടയ്ക്കൽ ഉപദേശക സമിതിയെ കൃത്യമായും അഭിവാദ്യം ചെയ്യുവാനും അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സാം കെ ഡാനിയൽ, അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം 1 കോടി രൂപയാണ് ഇവിടുത്തെ നവീകരണത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു, ഓരോ സുമനസ്സുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സംഭാവനകൾ. അങ്ങനെ നൽകിയ സുമനസ്സുകളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി അഭിനന്ദിക്കുവാനും നന്ദി പറയുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇവിടെ ഈ വർഷം നടക്കാൻ പോകുന്നത്. നമ്മുടെ പള്ളിയറയുടെ നവീകരണം നടത്തുവാൻ പോകുന്നത് അതൊരു ചരിത്രമാണ്. എത്രയോ തലമുറയ്ക്ക് ശേഷമാണ് അത് സംഭവിക്കുവാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചരിത്ര മുഹൂർത്തം, അതിന്റെ നവീകരണം നടക്കുവാൻ കൂടി പോവുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ഉപദേശത്തെ വീണ്ടും ഒരിക്കലും അവസരം വിനിയോഗിക്കുകയാണ്. അങ്ങനെ വളരെ മനോഹരമായും മാതൃകാപരമായും പ്രവർത്തിക്കുന്ന ഒരു ഉപദേശക സമിതിയായി ഈ ഉപദേശക സമിതി മാറിയിരിക്കുന്നു. അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് ഈ നാട്ടിലെ ഭക്തജനങ്ങളാണ് എന്ന് കാര്യത്തിൽ നമുക്കറിയാം. കടയ്ക്കൽ ഉത്സവത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇവിടെ ആയിരക്കണക്കിന് അമ്മമാർ പങ്കെടുക്കുന്ന പൊങ്കാല നിവേദ്യത്തോടുകൂടിയാണ് ഉത്സവം തുടങ്ങുന്നത്. പിന്നെ കെട്ടുമുറികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തിരുമുൽക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അലങ്കാര ഗോപുരങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മഹാഘോഷയാത്രയെ കുറിച്ച് നമുക്കറിയാം. അതിനുശേഷം നടക്കുന്ന കുട്ടിയോട്ടം, മിനിസി, അങ്ങനെ ഒട്ടനവധി പരിപാടികൾ, മെഗാഷോകൾ, മേളകൾ, അങ്ങനെ നിറഞ്ഞ പരിപാടികളോടുകൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഒട്ടേറെ കലാകാരന്മാർ, കേരളത്തിന്റെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാർ, പ്രശസ്തരായ കലാകാരന്മാർ ഇവിടേക്ക് കടന്നു വരികയാണ്. ഈ 15 നാൾ എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന് ഉറക്കമില്ലാത്ത നാളുകളായി മാറുകയാണ്. നമ്മുടെ അമ്മമാർ പൊങ്കാല അർപ്പിക്കുകയാണ്. പൊങ്കാലയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, തിളച്ചു മറിയുകയാണ് പൊങ്കാല. നമ്മുടെ അമ്മമാർ അവരുടെ മാതൃസ്നേഹം തിളച്ചു മറിയുന്ന നൈവേദ്യമായി പൊങ്കാല മാറുകയാണ്. ഒരാത്മസമർപ്പണമാണ് അമ്മമാർ ഇവിടെ നടത്തുന്നത്. അമ്മയുടെ മുന്നിൽ അവരുടെ ദുഃഖങ്ങൾ, നമ്മുടെ അമ്മമാരുടെ ദുഃഖങ്ങൾ ആശ്വാസം നൽകുന്ന ഒരു ഔഷധ നിവേദ്യമായി ഈ പൊങ്കാല മാറുകയാണ്. നമ്മൾ ഈ പൊങ്കാലയിൽ നിവേദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ശർക്കര, അരി, നാളികേരം ചിരണ്ടിയത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതെല്ലാം കൂടി ഒരു ഔഷധ നൈവേദ്യമായി ഈ പൊങ്കാല മാറുകയാണ്. നമ്മുടെ ദുഃഖങ്ങൾ
ശമിപ്പിക്കുവാൻ, നമുക്ക് നമ്മുടെ മനസ്സിന് ശാന്തിയേകുവാൻ പൊങ്കാല തിളച്ചു മറിയുമ്പോൾ അമ്മയെ പ്രാർത്ഥിച്ച് ആത്മസഫലീകരണത്തിനായിട്ടാണ് ആയിരക്കണക്കിന് അമ്മമാർ ഇന്ന് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത്. പൊങ്കാല ഇടുവാനെത്തിയ എല്ലാ അമ്മമാരെയും കൃത്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുവാനും അഭിവാദ്യം ചെയ്യുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാതിരിക്കുവാൻ പോകുന്നത് ശരിയല്ല. ഇത്തവണത്തെ ശബരിമല ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ മനോഹരമായിട്ടാണ്, യാതൊരു പരാതിയുമില്ലാതെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ എത്തിയിട്ടും വളരെ മനോഹരമായി ആ ശബരിമല മഹോത്സവം നടത്തുവാൻ വേണ്ടി സാധിച്ചു. ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുതൽ അവിടെ ആ പൂങ്കാവനം, ആ പുണ്യപൂങ്കാവനം, ഒരു കാനന ക്ഷേത്രമായ ആ പുണ്യപൂങ്കാവനം വളരെ നീറ്റായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആയിരക്കണക്കിന് വിശുദ്ധ സേനാംഗങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ആ വിശുദ്ധ സേനയിലെ ഓരോ അംഗങ്ങൾ വരെ, ഓരോ തൊഴിലാളികൾ വരെ കൂട്ടായി പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ശബരിമല മഹോത്സവം നന്നായി നടത്താൻ സാധിച്ചത്. അതിൽ എന്നും എപ്പോഴും 70 ദിവസവും അവിടെ തങ്ങി നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ ഒരു കോർഡിനേറ്റർ നമ്മുടെ നാട്ടുകാരനാണ് ശ്രീ അരുൺ IAS. അദ്ദേഹം ഈ നാട്ടുകാരനാണ്, കടയ്ക്കൽ നിവാസിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഒരു സംശയം വേണ്ട, ഒരു ചെറുപ്പക്കാരനായ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഭാവി വലിയ ഒരു വിജയത്തിലേക്ക്, ഒരുപക്ഷെ കേരളത്തിന്റെ മിടുക്കനായ ചീഫ് സെക്രട്ടറി വരെ ഉള്ള പദവിയിലേക്ക് ഈ കടയ്ക്കൽകാരൻ ചെന്നെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ കണ്ടറിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഒരു കോർഡിനേഷൻ, അദ്ദേഹത്തിന്റെ ഒരു മിടുക്ക് ഞങ്ങൾ കണ്ടറിഞ്ഞതാണ്. ഈ വേദിയിൽ വെച്ച്, ഈ അമ്മയുടെ നിറയിൽ വെച്ച് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുവാനും നന്ദി പറയുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാ അമ്മമാരുടെയും സഹോദരിമാരുടെയും എല്ലാവരുടെയും പിന്തുണയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, അദ്ദേഹം എടുത്തൊരു നേതൃത്വ മികവ്, വകുപ്പ് മന്ത്രിമാർ, അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമമായിട്ടാണ് നമുക്ക് ശബരിമല മഹോത്സവം നന്നായി സംഘടിപ്പിക്കുവാൻ സാധിച്ചത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. വെയിൽ കൊണ്ട് ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രസംഗം നിർത്തിയാൽ ഞങ്ങൾക്ക് പൊങ്കാല എത്തിക്കാം എന്നുള്ള മട്ടിലാണ് അമ്മമാർ നിൽക്കുന്നത്. ഇവിടെ എത്തിയ അമ്മമാർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന ഉപദേശ സമിതിക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ഈ 15 ലക്ഷം ജനറേറ്ററിന്റെ കാര്യം പറഞ്ഞത് ഒരു പ്രശ്നമില്ല, അത് അടിയന്തരമായി പുതുക്കിയ എസ്റ്റിമേറ്റിൽ ആ ജനറേറ്റർ കൂടി ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്ര ഉപദേശ സമിതിയുടെ ഒരു മൊമെന്റ് പ്രസിഡന്റ് നൽകുകയാണ്. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ ഡോക്ടർ അരുണസ് നായരെ ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഏറെ ബഹുമാനായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ VS പ്രശാന്ത്, ദേവസ്വം ബോർഡിന്റെ മെമ്പർ ബഹുമാനായ ശ്രീ അജികുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, വേദിയിലും സദസ്സിലുമുള്ള ക്ഷേത്രം ഉപദേശക സമിതിയുടെ വിവിധ ഭാരവാഹികൾ, പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി അമൃത വിയ, മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ ഒരു പൊങ്കാല അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അമ്മമാർ. വലിയൊരു പ്രസംഗത്തിന് ഇവിടെ ഈ ഒരു വേദിയിൽ സ്ഥാനമില്ല, കാരണം പ്രസിഡന്റ് പറഞ്ഞതുപോലെ നല്ല വെയിലാണ്. എത്രയും വേഗം തന്നെ ഈ ഒരു ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്ന് കാണുന്നു. എന്തായാലും ഈ ഒരു ചടങ്ങിൽ സന്നിഹിതനാകാനും വിശിഷ്ടാതിഥിയായി ഈ ഒരു വേദിയിൽ നിൽക്കാനും സാധിച്ചതിൽ ഒരു കടക്കൽക്കാരൻ എന്നുള്ള ഒരു അഭിമാനം എന്നും പേരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഈ ഒരു നാട്ടിലേക്ക്, ഈ ഒരു നാട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഒരു പൈതൃകമായി നിലകൊള്ളുന്നത്. കടക്കൽ തിരുവാതിര എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു ഗ്രാമത്തിന്റെ ഒരു ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ഓണത്തിനേക്കാൾ ഏറെ ഈ ഒരു നാട്ടുകാർ ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന
ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത് കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. ഈ ഒരു ഉത്സവാന്തരീക്ഷമാണ്. എല്ലാ വീടുകളിലും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന ഈ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ എല്ലാ കടക്കൽ നിവാസികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു ഉത്സവത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ക്ഷേത്ര ഉപദേശക സമിതിക്കും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും പങ്കുവച്ചു മുന്നെത്തുന്നു. ഉദയസമിതിയുടെ ആദരവ് ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന വേണ്ടി ബോർഡ് മെമ്പർ അജിമാർ സാറിനെ ക്ഷണിക്കുക. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉപദേശ സമിതി പ്രസിഡന്റ് എസ് വികാസ്, പ്രിയപ്പെട്ട അനിൽകുമാർ, ബഹുമാനായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത്, പ്രിയങ്കരനായ ഡോക്ടർ അരുൺ എസ് നായർ, പ്രിയങ്കരായിട്ടുള്ള അമൃത വിയാർ, എൻ്റെ സുഹൃത്തുക്കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ, മനോജ് കുമാർ, മുജീബ്, പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനായ റേസി, രാജേഷ്, എസ് പ്രവീൺ, രാധാകൃഷ്ണൻ, എസ് ഷാജി, ജെ മർഫി, രാഘവകൃഷ്ണൻ, ശ്രീജിമുള്ള വിശ്വാസായ പ്രിയമുള്ളവരെ, നമ്മുടെ വെയിൽ കടുക്കുകയാണ്. വൈറ്റമിൻ ഡി ആണെന്നാണ് പറയുന്നത്. ഇളം വെയിൽ കൂടുതൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് കൂടിപ്പോയാലും കുഴപ്പമാണ്. ഞാനതുകൊണ്ട് പ്രസംഗിക്കുന്നതേ ഇല്ല. സന്തോഷം ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാനും ഒട്ടേറെ ഐതിഹ്യങ്ങളുള്ള ഈ ക്ഷേത്രത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഇവിടെ പ്രതിഷ്ഠ ഇല്ല. ദേവി സ്വയംഭൂവായിട്ടുള്ള ദേവി പള്ളിയറയ്ക്കുള്ളിലാണ് കുടികൊള്ളുന്നത്. ഞാൻ ഓച്ചയ്ക്കടുത്തു നിന്നാണ് വരുന്നത്. അവിടുത്തെ പരബ്രഹ്മ സങ്കല്പം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തി എന്നാണ് ഞങ്ങൾ പറയുക. എന്ന് പറയുന്ന പോലെ പവിത്രമാണ് ഈ ക്ഷേത്രം. ഇന്നൊരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ, ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഉപദേശക സമിതി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ഞങ്ങൾ പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1252 ക്ഷേത്രങ്ങളിലെയും ഉപദേശക സമിതികൾക്ക് ഉപദേശം കൊടുക്കാൻ പര്യാപ്തമായ ഒരു ഉപദേശ സമിതിയാണ് കടക്കൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സന്തോഷം മാത്രം പങ്കിടുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഊട്ടുവർ തന്നെ. തലയെടുപ്പോടെ ഈ ഊട്ടുവർ തന്നെ നിങ്ങൾ നിർമ്മിച്ചു നൽകിയത്. എല്ലാവരുടെയും സഹായമുണ്ട്. സാം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ 1,10,00,000 രൂപ മുടക്കിയാണ് നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനം നടത്തിയത്. കുളത്തിന്റെ നവീകരണ പ്രവർത്തനം നടത്തിയത്. പള്ളിയറ ഒരു ചരിത്ര സംഭവമാകാൻ പോവുകയാണ്. ഇവിടുത്തെ ഭക്തന്മാരുടെ സർവാത്മനാകുന്ന സഹകരണത്തോടെ നമ്മുടെ പള്ളിയറയുടെ നവീകരണം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുറെ കാര്യങ്ങൾ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞു. ദേവസ്വം ബോർഡ് സഹായം എന്നും നിങ്ങളൊപ്പം ഉണ്ടാവും. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം മെച്ചപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. ഈ ക്ഷേത്രവും ബന്ധപ്പെട്ട മറ്റ് 2 ക്ഷേത്രം ഉൾപ്പെടെ 3 ക്ഷേത്രങ്ങൾ അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ദേവസ്വം ബോർഡ് പരാധീനതയിൽ നിൽക്കുമ്പോൾ ഉപദേശ സമിതിയാണ് ഞങ്ങൾക്ക് താങ്ങും തണലും. നിങ്ങളുടെ സഹകരണമാണ് ഈ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക് ശ്രേയസ്സിന് സഹായകരമാകുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഉപദേശ സമിതി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ക്ഷേത്രങ്ങൾ ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്, ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, ഒരു ധാർമ്മിക കേന്ദ്രമാണ്. ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു കലവറയാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് പറയുക, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതി എന്ന് പറയുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പ്രതീകാത്മകമായ പ്രതിരൂപമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. അതിനെല്ലാം നമുക്ക് ഒരുമിച്ച് സംരക്ഷിക്കണം. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. അതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അരുൺ IAS നിങ്ങളുടെ നാട്ടുകാരനാണ്. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ 2024-25 മണ്ഡല മകരവിളക്ക് കാലം, ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം AD BC എന്നൊക്കെ പറയുന്ന പോലെ ചരിത്ര വിജയമായിരുന്നു ആ മണ്ഡല മകരവിളക്ക് കാലം. അത് വിജയിപ്പിക്കാൻ അക്ഷീണ പരിശ്രമിച്ച ഞങ്ങളുടെ പ്രിയങ്കരനാണ് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള അരുൺ IAS. ഞാൻ പറയാറുണ്ട്,
മൃദുഭാഷയെ ദൃഢകൃത്യേ അദ്ദേഹം വളരെ സൗമ്യമായി ശാന്തമായി മൃദുവായി മാത്രം സംസാരിക്കും. പക്ഷേ പ്രവൃത്തിയിൽ ഒരു പടവുകളിലും ഒരു സന്ധിയുമില്ല, ദൃഢമായി പ്രവർത്തിക്കും. പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ഡോക്ടർ അരുൺ എസ് നായർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഔദ്യോഗിക മേഖലയിൽ പോകാൻ കഴിയട്ടെ എന്നുള്ള ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. മേള ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് മൊമെന്റ് നൽകുന്നതിന് വേണ്ടി പ്രസാദ് വിജയ്. വ്യാപാരമേള ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാംകേടാനെ ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ ക്ഷേത്രോപദേശയുടെ പ്രസിഡന്റ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അക്ഷീണം പരിശ്രമിക്കുന്ന ശ്രീ എസ് വികാസ് സ്വാഗതം ആശംസിച്ച ഏറെ പ്രിയങ്കരനായ ക്ഷേത്രോപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, ഇവിടെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ പ്രഭാഷണം നടത്തിയ ഏറെ പ്രിയങ്കരനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത്, നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ പങ്കെടുത്ത ഏറെ പ്രിയങ്കരനായ നമ്മുടെ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഡോക്ടർ അരുൺ എസ് നായർ, ഏറെ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത്, വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി ഇപ്പോഴും ആ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ, അതുപോലെ തന്നെ ഇവിടെ പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ പ്രിയങ്കരിയായ സീരിയൽ ആർട്ടിസ്റ്റ് അമൃത വി ആർ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ മനോജ് കുമാർ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ പൊങ്കാല അർപ്പിക്കാനായി ഈ ദേവീ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇന്ന് ഏറ്റവും താപനില കൂടുതൽ ഉയരും എന്ന് തന്നെയാണ് വളരെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കടുത്ത ചൂടാണ്, ഒരുപാട് വർത്തമാനം പറയുന്നില്ല. തീർച്ചയായും ഈ കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടിന് അപ്പുറത്തേക്ക് ഒരു നാട് ഒന്നാകെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ ഉത്സവത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ദിനങ്ങളാണ് ഇന്ന് മുതൽ ഇവിടെ ഈ കടയ്ക്കലുമായി ബന്ധപ്പെട്ടത്. എല്ലാവരുടെയും ഈ കടയ്ക്കൽ പഞ്ചായത്ത് മാത്രമല്ല, ഈ ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രമാണ്, അതിന്റെ ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത്. കാര്യം ഏത് ദേശത്തും ഇവിടെ നിന്ന് പോകുന്ന ഇവിടെ ഏത് ദേശത്തുള്ളവർ ഈ കടയ്ക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തും. അത്ര പ്രാധാന്യമുള്ള, പാരമ്പര്യമുള്ള, പൈതൃകം പേറുന്ന, വളരെ ഭക്തസംഗ്രമായ ഒരുപാട് ആളുകൾക്ക് അവരുടെ ദുഃഖം ഈ ദേവീ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് അർപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ഭക്തജനങ്ങളുള്ള ഈ കടയ്ക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഇവിടെ നടന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞു. അതിൽ പങ്കാളിയാകാൻ എനിക്ക് കൂടി ഭാഗമാകാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുത്ത ഡോക്ടർ അരുൺ എസ് നായർ, നമ്മുടെ പിന്നെ ഇവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മണ്ഡലകാലത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസിഡന്റും മെമ്പറും എല്ലാം പറഞ്ഞു. പക്ഷെ എനിക്ക് അനുഭവം നമ്മുടെ കോവിഡ് കാലം, ആ കോവിഡ് കാലത്ത് നമ്മുടെ ജില്ലാ കളക്ടറേറ്റിലെ നമ്മുടെ അതിന്റെ കൺട്രോൾ റൂം കൈകാര്യം ചെയ്തത് ഡോക്ടർ അരുണായിരുന്നു. ഡോക്ടർ കൂടിയായ മെഡിക്കൽ ബിരുദം നേടിയതിനു ശേഷമാണ് IAS ലഭിച്ചത്. തീർച്ചയായും ആ കോവിഡ് കാലത്ത് ഈ കൊല്ലത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം ഉറക്കമെഴുതി നടത്തിയ പ്രവർത്തനത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇവിടെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ വളരെ ശാന്ത സ്വഭാവമുള്ള അരുണിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവിധ ആശംസകളും നേർന്നു, എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ദേവീ സന്നിധിയിൽ അർപ്പിച്ചാൽ തീർച്ചയായും അതിനെല്ലാം പരിഹാരം ഉണ്ടാകുമെന്നുള്ള സംശയമില്ല. എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ലഘുതി സാംഗേടന്റെ ആദരവ് നൽകുവാൻ വേണ്ടി ക്ഷേത്ര ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റ് വിഷ്ണു ഘോഷ്. ആശംസ സമർപ്പിച്ച് സംസാരിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് മനോജ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ മനോജ് വികാസ്, സ്വാഗതം ആശംസിച്ച ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറി ശ്രീമാൻ ഐ അനിൽകുമാർ, ഈ തിരുവാതിര മഹോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയപ്പെട്ട നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത്, നമ്മുടെ ഈ മഹോത്സവത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നമ്മുടെ ഡോക്ടർ അരുൺ S നായർ IAS, മുഖ്യ പ്രഭാഷണം നടത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മെമ്പർ ശ്രീമാൻ അജികുമാർ, മേള ഉദ്ഘാടനം നടത്തിയ നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, പൊങ്കാല ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയങ്കരിയായിട്ടുള്ള സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീമതി അമൃത BR, സദസ്സിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കടക്കൽ തിരുവാതിര 2-ാം തീയതി കൊടിയേറി 16-ാം തീയതി അവസാനിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് നമ്മുടെ ഈ അമ്പലത്തിൽ വന്നു ചേരുന്നത്. സ്വാഭാവികമായും ഇതുപോലുള്ള ഉത്സവങ്ങൾ നടക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള അമ്പലങ്ങളിൽ പഞ്ചായത്തുകൾ ചെയ്തു കൊടുക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ക്ഷേത്ര തിരുവാതിര നടക്കുന്ന നാൾ മുതൽ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഫണ്ട് ഏകദേശം 2 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മളുടെ സാനിറ്റേഷൻ പ്രവർത്തനം നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ചെയ്യുകയുണ്ടായി. എന്നിരുന്നാലും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രി ഈ മാസം 31-ാം തീയതി കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ കൃത്യമായും നമ്മളെല്ലാവരും ആ ഒരു പരിപാടിയെ മുൻ കണ്ടുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് ഈ നമ്മുടെ ഉത്സവപ്പറമ്പ് അല്ലെങ്കിൽ നമ്മുടെ ആൽക്രമൂട പ്രദേശങ്ങൾ ഉൾപ്പെടെ നമുക്ക് ശുചീകരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി കഴിയണം. പഞ്ചായത്തിന്റെ ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള ശുചീകരണ പ്രവർത്തകരായിട്ടുള്ള ഹരിതകർമ്മ സേന ഉൾപ്പെടെ നമ്മുടെ ഈ അമ്പലത്തിനും പരിസരത്തും നിർത്തിക്കൊണ്ട് നമുക്ക് വളരെ മനോഹരമായി ഈ ഒരു ഉത്സവം നടത്തിക്കൊണ്ടുപോകാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. അടുത്തത് പൊങ്കാല ഉദ്ഘാടനമാണ്. അതിനു മുമ്പ് 2 വാക്ക് നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ണികൃഷ്ണ സാറിനെ ക്ഷണിക്കാം. പ്രസിഡന്റ് ആദരവിന് വേണ്ടി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ വികാസ്, സ്വാഗതാശംസിച്ച ഉപദേശ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ നാടിന്റെ ഏറ്റവും അഭിമാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ അരുൺ S നായർ സാർ, ദേവസ്വം ബോർഡിന്റെ ആരാധ്യനായ മെമ്പർ അജികുമാർ സാർ, സാം കെ ഡാനിയൽ സാർ അടക്കം ഇവിടെ പൊങ്കാല സമർപ്പണം നടത്തിയ പ്രിയ കലാകാരി അമൃത BR അടക്കം വേദിയിലും സദസ്സിലും ഉഘോഷിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സമാരാധ്യരായ ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു പ്രസംഗമില്ല എങ്കിലും 2 വാക്ക് സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടെ കടക്കലിനോട് തൊട്ടുചേർന്ന് കിടക്കുന്ന ആയൂർ സ്വദേശിയായ എനിക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ക്ഷേത്രത്തിന്റെ ഓരോ പുനരുദ്ധാരണ ഘട്ടത്തിലും ഇവിടുത്തെ ഉപദേശ സമിതിയുമായി തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ആ ഒരു ദേവസ്വം ബോർഡിലെ ഒരു എളിയ ഉദ്യോഗസ്ഥൻ നിലയിൽ എന്നിൽ അർപ്പിതമായ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ, അത് മാത്രമല്ല പൂർണ്ണമായും കടക്കലിനോട് നീതി പുലർത്താൻ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സാധിച്ചു എന്ന് വളരെ അഭിമാനത്തോടെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും തുടർന്നും ഇത്തരത്തിലുള്ള ഇവിടുത്തെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും ആരാധ്യനായ പ്രസിഡന്റും മെമ്പറും ഇവിടെ തന്നു കഴിഞ്ഞു. അപ്പോ ഈ വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കൂടി അനുവദിച്ചു നൽകിയതിന്റെ സംഘാടകർക്ക്, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നുള്ള അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം ഒരു നല്ല ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്നത് സാറിന്റെ മോഡലാണ് നിങ്ങളുടെ ഒപ്പമാർക്കുള്ള വിഷയം. പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സിനിമാ താരം അമൃതയെ ക്ഷണിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ച് 2 വാക്കുകൾ സംസാരിച്ചതിന് ശേഷം പ്രിയവണക്കം കൊടുത്തു. 2 വാക്ക് നമ്മുടെ അമ്മമാരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വെയിലിൽ കയറിയപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കയറിയപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും പെണ്ണുങ്ങള്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് കേട്ടറിവുള്ള കടക്കിലമ്മയുടെ ഈ ഒരു സന്നിധിയിൽ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്കറിയാം ഈ വെയിലൊക്കെ കൊണ്ട് പൊങ്കാല ഇടുന്ന എല്ലാവരുടെയും ഉള്ളിൽ എന്താണെന്നും എന്തോരം പ്രയാസങ്ങളാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി സന്തോഷം അമ്മയുടെ നടയിൽ വരാൻ പറ്റിയതിൽ. അടുത്ത വർഷം എനിക്കും അമ്മയുടെ അടുത്തൊരു പൊങ്കാല ഇടാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം പൊങ്കാലയുടെ ഉദ്ഘാടനത്തിനായിട്ട് എന്നെ ഇവിടെ വിളിച്ച കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു സ്പെഷ്യൽ നന്ദിയുണ്ട്. താങ്ക് യു. പൊങ്കാല ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ഉപന്ന നടക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പർ മഫിയെ ക്ഷണിക്കുകയാണ്. പൊങ്കാലയ്ക്ക് തിരികൊടുത്ത് തിരികെ വന്ന് യോഗം ആരംഭിക്കും. അതിനുവേണ്ടി പറയാൻ വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് വിഷ്ണുവിനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യ ഭക്തജനങ്ങളെ, ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. എന്നിലേൽപ്പിക്കപ്പെട്ട കർത്തവ്യം ഈ സമ്മേളനത്തിന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് അതുപോലെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം സംസാരിച്ച ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പ്രവേശന പരീക്ഷണ ഡോക്ടർ അനിൽ എസ് നായർ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ശ്രീ അജിമോ, മേഖല ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവരെല്ലാം സംഖ്യയായ പൊങ്കാല ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ആർട്ടിസ്റ്റ് അമൃതവിയ, അനുഗ്രഹപ്രഭാഷണം നടത്തിയിട്ടുള്ള കടക്കൽ ഗ്രാമപഞ്ചായത്ത് അമരക്കാരൻ നമ്മുടെ പ്രസിഡന്റ് എം മനോജ് കുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപക്, ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഞ്ചിനീയർ എസ് ശേഖർ, ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ പ്രകാശ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹൻ, അസിസ്റ്റന്റ് കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നീഷണർ, കടക്കൽ SHO രാജേഷ്, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, റഫറൻസ് ഫാദർ ഓർത്തഡോക്സ് ചർച്ച് കോശി ജോൺ, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് പ്രദീപ്, സബ് ഗ്രൂപ്പ് ഓഫീസർ എസ് രാധാകൃഷ്ണൻ, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് സജി, കടക്കൽ ഗ്രാമപഞ്ചായത്ത് ആൽത്തർമൂട് വാർഡ് മെമ്പർ ജയം മാത്യു, തിരുവിതാംകൂർ മഹോത്സവ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രാമകൃഷ്ണൻ, തിരുവിതാംകൂർ തിരുവാതിര മഹോത്സവ കമ്മിറ്റി PR സുരേന്ദ്രപിള്ള, അതുപോലെ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ അംഗമാരും, ഉത്സവത്തിന്റെ ആദ്യ പൊതുയോഗം തൊട്ട് ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഉപദേശസമിതി ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ, മീഡിയ സുഹൃത്തുക്കൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദൈവഭക്തർക്കും
നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചത് അറിയിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കാനെത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുകയും പൊങ്കാലയ്ക്ക് ആവശ്യമായ ശുദ്ധജലം ഊട്ടുപുരയുടെ മുൻവശത്തു നിന്നും ഭക്തജനങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതാണ്. പൊങ്കാല അർപ്പിക്കാനെത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ 50 രൂപയുടെ പൊങ്കാല കൂപ്പൺ നിർബന്ധമായും വാങ്ങിയിരിക്കുന്നതും പൊങ്കാല വിജയിച്ച സമയത്ത് ഹാജരാക്കേണ്ടതുമാണ്. പൊങ്കാല അർപ്പിക്കുന്ന സ്ഥലത്തിനുള്ളിൽ ക്ഷേത്ര ജീവനക്കാരും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും മറ്റ് പുരുഷന്മാരാൽ മുന്നിൽ പ്രവേശിക്കുവാൻ പാടില്ല. ദയവായി സമ്മതിക്കുക. കാണാൻ പോകില്ല. നിങ്ങൾ തീയുണ്ട്, വഴി ഇങ്ങോട്ട് വഴി മുൻവശത്തായി ദേവർനട പ്രദേശത്തെ സൗജന്യ പ്രഭാത ഭക്ഷണ വിതരണം നടന്നിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായ ശുദ്ധജലം ഊട്ടുപുരയുടെ അതിനെ പറ്റിച്ചോളൂ, അവര് പറ്റിച്ചോളൂ. കത്തിയില്ലേ? ഇനി കട്ടങ്ങ് പകർന്നോളൂ. ആ ബാക്കിയുള്ള അതുകൂടെ പറഞ്ഞോ. ക്ഷേത്ര ജീവനക്കാരും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും അല്ലാതെ മറ്റ് പുരുഷന്മാരായ വലിയ പ്രവേശിക്കുവാൻ പാടില്ല. ദയവായി സമ്മതിക്കുക. ഇങ്ങോട്ടങ്ങോട്ട് പറ്റിച്ചോളി. മറ്റേ അവരോട് വന്നിട്ട്
ക്യാമറ എടുക്കാം. അവൻ അവിടെ ലൈവ് വായിക്കോടും. ഈ ക്യാമറ വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇത് ഞാൻ ലൈവ് പൊളിഞ്ഞു പോകും. നമ്മളെല്ലാം കഷ്ടപ്പെട്ടൊരു വിലയില്ലാതെ പോകും. വണ്ടിയുടെ താക്കോലൊക്കെ തന്നിട്ടില്ലേ? എന്നെ കാണിക്കണ്ട. നമസ്കാരം ശശിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കടയ്ക്കൽ തമ്പുരാട്ടിയിലെ തിരുനടയിൽ നടക്കുന്ന പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരുണ്യ വാരിധിയും വിളിച്ച വിളി കേൾക്കുകയും നിലച്ചാൽ മുൻപിലെത്തും എന്ന് ഞങ്ങൾ കടയ്ക്കക്കാർ അല്ലെങ്കിൽ ഒരു ദേശം മുഴുവൻ പാടിപ്പുകഴ്ത്തിയ തമ്പുരാട്ടിയുടെ തിരുനാൾ തിരുമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് നിരവധി അമ്മമാർ, നിരവധി ഭക്തമാർ ഇവിടെ നടക്കുന്ന പൊങ്കാലയുടെ തത്സമയ ദൃശ്യമാണ് സാക്ഷി TV പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കാണുന്നത്. അർജുന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയുണ്ട്? എന്താണ് അർജുന് പറയാനുള്ളത്? രാവിലെ തൊട്ട് തുടങ്ങിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഒരുപാട് നേരമായിട്ട് ഇവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പൊങ്കാല തുടങ്ങിയത്, ഉദ്ഘാടന ശേഷം തുടങ്ങി. കഴിഞ്ഞ വർഷമൊക്കെ ഇത്രയും വെയിലിന് ചൂട് ഇത്രയധികം ഇല്ലായിരുന്നു. ഇപ്പൊ തന്നെ നമ്മൾ നല്ല ചൂടിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഈ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ഭക്തമാർ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് ദേവിയുടെ ആ ഒരു ദേവീ ചൈതന്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ഇത്രയും നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. അർജുൻ തോന്നുന്നില്ലേ ചൂട്? തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതിയിൽ ചൂട് ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ ഈ അടുപ്പിൽ തീ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെയും ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഐതിഹാസികത ഉള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ കടയ്ക്കൽ ക്ഷേത്രം. പണ്ട് കടയ്ക്കക്കാരുടെ മാത്രമുള്ള ഒരു ദേശീയോത്സവം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഇപ്പൊ അങ്ങനല്ല അർജുൻ. ഇത് ഇപ്പൊ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയുടെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ തെക്കൻ കേരളത്തിന്റെ ദേശീയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിവിടെ ഇപ്പൊ പൊങ്കാല ഇടുന്നത് കടയ്ക്കലുള്ളവർ മാത്രമല്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പ്രയാസകരമാണ്. ഈ ചൂട് ഒപ്പം അടുപ്പ് മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉത്സവ കമ്മിറ്റി ഒരുക്കിയേക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് മറുവശത്തേക്ക് പോകാൻ തന്നെ വളരെ പ്രയാസകരമാണ്. തെക്കൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ചിറയൻകീഴ് ശർക്കര ദേവീക്ഷേത്രത്തെ കുറിച്ച് അർജുൻ കേട്ടിട്ടുണ്ടോ? ദേവീക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഐതിഹ്യം ഒന്നും അറിയില്ല. ഐതിഹ്യമല്ല, കേട്ടിട്ടില്ലേ? ദേവീക്ഷേത്രം അവിടെയാണ് ഇതുപോലെ വലിയ പൊങ്കാല. പിന്നെ ആറ്റുകാൽ പൊങ്കാലയും നമ്മുടെ ശർക്കര ദേവീക്ഷേത്രവും അതുപോലെ തന്നെ നമ്മുടെ കടയ്ക്കൽ തമ്പുരാട്ടിയുമായിട്ട് കണക്റ്റഡ് ഉണ്ട്. കാരണം നമ്മൾ ആ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ട കാര്യമല്ല. കാരണം ഇതെല്ലാം ഭക്തർക്ക് അറിയാവുന്നതാണ്. എന്താണ് ഭയങ്കര നല്ല ചൂട്, നല്ല നമുക്ക് ഒരുപക്ഷെ അർജുൻ നമുക്ക് ഒന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പോകാൻ ശ്രമിക്കാം. നമ്മുടെ ലൈവിൽ നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കാണട്ടെ, നമുക്കൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ അർജുന മാർച്ച് 1 തുടങ്ങിയതാണ് ഇവിടെ. അത് പറയില്ല, നമ്മളിപ്പോ നമ്മുടെ ഉദ്ഘാടന ചടങ്ങില് ഉത്സവ കമ്മിറ്റിയുടെ അംഗങ്ങൾ പറയുകയുണ്ടായി ഈ ഉത്സവത്തിനെ കുറിച്ചും. അർജുൻ പറഞ്ഞല്ലോ അർജുൻ, ഇവിടെ കടയ്ക്കൽ കാര്യം ഞാനും ഒരു കടയ്ക്കൽക്കാരനാണ്. ചടയമംഗലമാണ് എന്റെ പ്രവർത്തന മേഖലയിലും എങ്കിൽ പോലും ഞാൻ കടയ്ക്കൽക്കാരനാണ്. ഞങ്ങളൊക്കെ ഓണത്തിന് പോലും പുതിയ തുണി വാങ്ങാൻ ഒരുപക്ഷെ നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ തിരുവാതിര വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഈ
ഒരു ഗ്യാപ്പിൽ കൂടെ ഒന്ന് സഞ്ചരിച്ച് പോകാം. അപ്പം നമ്മൾ പറയാം ഇവിടെയുള്ള ഈ കടയ്ക്കാര് പട്ടിണിയാണെങ്കിലും ദുരിതമാണെങ്കിലും അവർ പുതിയ വസ്ത്രം പോലും വാങ്ങിച്ച് ഒരുങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ് ഇനിയുള്ള ദിവസങ്ങൾ. നാളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അർജുൻ ഈ വർഷം തിരക്ക് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും മോശപ്പെട്ട തിരക്ക് കുറവൊന്നുമില്ല എങ്കിലും നമ്മുടെ ഈ കടയ്ക്കലിൻ്റെ ഓരോ മനുഷ്യരും അവർ പുതിയ ഉടുപ്പ്, പുതിയ വസ്ത്രങ്ങൾ, ഓണം ഒന്നും കടയ്ക്കക്കാർക്കൊരു വിഷയമല്ല. പക്ഷേ കടയ്ക്ക തിരുവാതിര എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഡിസംബർ പകുതി കഴിയുമ്പോഴേക്കൊക്കെ ഞങ്ങൾ ഈ കടയ്ക്കക്കാരെല്ലാം കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എപ്പോഴാണ് കടയ്ക്ക തിരുവാതിര അനൗൺസ് ചെയ്യുന്നത്, എന്നാണ് ദേവിയുടെ നാൾ വരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു 16-ാം തീയതി വരെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കടയ്ക്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആവേശമാണ്. കണ്ടോ ഡ്രോൺ പറക്കുന്നത് കണ്ടോ? ആ ഡ്രോൺ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ മീഡിയാസിൻ്റെയൊക്കെ ഡ്രോണുകളാണ് ഇവിടെ പറന്നുകൊണ്ടിരിക്കുന്നത്. താഴെ നിന്ന് പറക്കുന്നു. അതെ അതെ അതെ, ഒന്ന് താഴെ ഒന്ന് മുകളില്. ഒരുപക്ഷെ നാളെ സാക്ഷി TV ഇങ്ങനെയൊക്കെ ആകാം. തമ്പുരാട്ടിയുടെ കാശ് നമുക്ക് ഉണ്ടാവട്ടെ. ഇതൊക്കെ 24 പോലുള്ള വലിയ റിപ്പോർട്ടുള്ള ചാനലുകളാണ് ചെയ്യുന്നത്. എന്താ ചൂടെന്നറിയാവോ? നമുക്ക് മറുഭാഗത്തേക്ക് അക്കരെ ഭാഗത്തേക്ക് നമുക്ക് പോകാനോ വിഷ്വൽസ് എടുക്കാനോ ഈ ചൂടത്ത് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം ചൂടുണ്ട്. അർജുന് ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? നന്നായിട്ട് അനുഭവപ്പെടുന്നു. നമ്മൾ മകരവിളക്കിന് നമ്മൾ ഇതുപോലെ രണ്ടുപേരോട് ചെയ്തല്ലേ? പൊങ്കാല ഇല്ലായിരുന്നല്ലോ. അത് പൊങ്കാലയല്ല എങ്കിലും തിരക്കുണ്ടായിരുന്നല്ലേ? കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിച്ചോളാം. തീർച്ചയായിട്ടും ഞങ്ങൾ ഉടൻ തന്നെ സാക്ഷി TV ഇടപെട്ട് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. പൊങ്കാല അടുപ്പിലേക്ക് അരി പകർന്നു. അതെ 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 അതെ. കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം കമ്മിറ്റിക്കാരുമായിട്ട് ആലോചിച്ചോട്ട് കണ്ടില്ലേ? ഏകദേശം ഇത് അർജുൻ 4 ഏക്കറാണ് പുറത്താണ് ഈ ക്ഷേത്ര കോമ്പൗണ്ട് മാത്രമാണോ അതോ ക്ഷേത്രം ഉൾപ്പെടെ? ക്ഷേത്രത്തിനുള്ള ഗോപുരമല്ലേ, ആ ഗോപുരം മുതല് ഇപ്പൊ നമ്മൾ ഈ മറ്റേ കറങ്ങുന്ന കസേര ഓടുന്ന ട്രെയിനും ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നില്ലേ, അതിനപ്പുറത്ത് ഓഡിറ്റോറിയം ഗാഗോ കാണുന്നില്ലേ, അതായത് 4 ഏക്കർ. കാര്യമായ പരിപാടികളാണ് നടത്തുന്നത്. ശ്രീനിവാസൻ അടക്കമുള്ള ആൾക്കാര് അത് പണ്ട് മുതലേ തന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഉത്സവത്തെ ഏറ്റവും ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരായിട്ടുള്ളവർ, ഈ നാട്ടിലെ പ്രവാസികളായിട്ടുള്ളവർ ഇവരൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ, വൈക്കം വിജയലക്ഷ്മി, ജോബ് കുര്യൻ ഇവരൊന്നും കുറഞ്ഞ ആൾക്കാരല്ല. ഇന്ത്യയിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ച ഗായകരാണ്. ജോബ് കുര്യന്റെ ഇന്നലകളെ ഇതുവഴി വരുമോ, അതൊക്കെ തന്നെ പ്രശസ്തമായ ഗാനങ്ങളും അവാർഡ് പാട്ടുകളൊക്കെ. ജോബ് കുര്യനൊക്കെ പങ്കെടുക്കുന്ന വേദിയാണിത്. ഞാനിവിടെ മണിച്ചേട്ടന്റെ ഗാനമേള ഉള്ളപ്പോൾ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ കലാഭവൻമണിയെ ഒരു ആദരാഞ്ജലി തന്നെ നമുക്ക് ഈ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. കലാഭവൻമണിയുടെ ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കിടക്കേണ്ടി വരും. ഇവിടുത്തെ ഒരു ചരിത്രം പറഞ്ഞപ്പോ സ്വയംഭൂ ആയ ദേവിയാണ്. സ്വയംഭൂ എന്നല്ല, ഇതിന്റെ ചരിത്രം പറയുന്നത് ഇവിടെ നെട്ടൂർ കുടുംബം എന്ന് പറയുന്ന കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ, എനിക്കോ അല്ലെങ്കിൽ എന്റെ പൂർവ്വങ്ങൾക്കോ അറിയാൻ പറ്റുന്നറിയില്ല, അവിടെ ഒരു അറക്കട ആ കടയില് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവിടെ ഒരു ദിവസം ഒരു സുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുകയും
കട അടയ്ക്കാൻ കുറിപ്പ് നോക്കിയപ്പോൾ കാണാതിരിക്കുകയും ചെയ്തു. അങ്ങനെ അകത്ത് കണ്ടത് പുറത്തു പറയരുത് എന്ന് പറഞ്ഞു. ഇന്നും വിഗ്രഹമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. പക്ഷേ അകത്ത് കണ്ടത് പുറത്ത് പറഞ്ഞില്ല, എഴുതി കാണിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. അകത്ത് കണ്ടത് പുറത്തു പറയരുത് എന്നാണ് ഇവിടുമായി ബന്ധപ്പെട്ട ചരിത്രം ഇന്നുവരെ ഉള്ളത്. നമുക്ക് ഒരു കാര്യമുണ്ട്, എന്തായിരുന്നാലും ശരി ഈ നാടിന്റെ ഒരു ഐശ്വര്യവും ഈ നാടിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടക്കൽ ദേവീക്ഷേത്രം എന്നുള്ളത് ഒരു സംശയമില്ല. ഇത് പണ്ട് കടക്കക്കാർക്ക് മാത്രമായിരുന്നു ഇതെങ്കിൽ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഒരുപക്ഷെ നമുക്ക് ഞാൻ ഒരു എനിക്ക് തോന്നുന്നുണ്ട് കേരളം മൊത്തം വരും തോന്നുന്നു. അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറയുന്നത് തെക്കൻ കേരളത്തിന്റെ പൂരം, തൃശ്ശൂർ പൂരത്തിന് ശേഷം വലിയൊരു പൂരം കണ്ടില്ലേ. ഇപ്പൊ നമ്മൾ ഒരു ഭാഗം മാത്രമേ സഞ്ചരിച്ചുള്ളൂ, മലയാളിക്കൊക്കെ കണ്ണ് കാണാൻ വയ്യ. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത്. ഇതുണ്ടോ, ഒരു സാഗരം പോലെയാണ് ഈ അമ്മമാരെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ ക്ഷേത്രത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇത് ധൈര്യമായി കാണിച്ചോളൂ. നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ നമ്മുടെ കടക്കൽ ദേവീക്ഷേത്രം. മോനെ 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 അങ്ങ് അപ്പുറത്തെ വേഗം കുറച്ച് വെള്ളം കൊടുക്കണം. അവിടെ ഏതായാലും ബുദ്ധിമുട്ടാണ്. ടി വി ഇവര് പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്ര ചൂട്. അതുകൊണ്ട് ആ ലാസ്റ്റ് വരെ എല്ലാം നമുക്ക് വെള്ളം എത്തിക്കണം. രണ്ട് കയ്യില് എങ്ങനെ അവര് ആവശ്യത്തിന് എടുത്തോളൂ. ഞാൻ തൊഴിലിട്ട് വരട്ടെ. തീർച്ചയായും തൊഴിലിട്ട് വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭയങ്കര ചൂടാണ്. അത് ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പ്രകൃതിയുടെ ഒരു വിളയാട്ടമാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഇതേ സമയത്ത് തന്നെയാണ് ഇവിടെ പൊങ്കാല നടന്നിട്ടുള്ളത്. അപ്പോഴൊന്നും ഇത്രയധികം ചൂട് അനുഭവിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ ഉത്സവ കമ്മിറ്റിയും ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള നാട്ടുകാരടക്കമുള്ള ഒരുപാട് പേര് ഇവിടെ പൊങ്കാല ഇടുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടക്കലിന്റെ ഒരു ദേശീയോത്സവം എന്ന് ഞങ്ങൾ പലപ്പോഴും പറയുമ്പോൾ ഇപ്പൊ നമുക്ക് മാറ്റി പറയേണ്ടി വരുന്നു. കടക്കലിന്റെ അല്ല, ഇത് തെക്കൻ കേരളത്തിന്റെ പൂരമാണ്. ഇനി ആഘോഷങ്ങളുടെ രാവുകളാണ്. ഇത് ഒരു ഭാഗം മാത്രമേ നമുക്ക് മീഡിയ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറുഭാഗത്തേക്ക് എന്തായാലും മോനെ അപ്പുറത്ത് കൂടാ, അപ്പുറത്ത് ആ വരിക, അങ്ങനെ വെള്ളം കൊടുക്ക്. നമ്മൾ ഇവിടെ വെള്ളം കൊടുക്കാനുള്ള ഒരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് അടുപ്പിന്റെ ചൂട്, ഒന്ന് പ്രകൃതിയുടെ ചൂട്. അതുകൊണ്ട് നമ്മളെ അമ്മമാരും സഹോദരിമാരും നമ്മുടെ ഗുണപ്പുറങ്ങളൊക്കെ ചൂടിന്റെ അതീവ വേദനകളിലാണ്. ആ വേര് ചവിട്ടി കൊടുക്കുമല്ലോ. എന്നാലേ ഇത് കണ്ടില്ലേ, നമ്മളെ വോളണ്ടിയർമാർ കൃത്യമായും അവർക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു സജ്ജീകരണം നമ്മൾ ഇവിടെ എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. നാട്ടുകാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, വിവിധ ക്യാമ്പ്സുകളുണ്ട്. ഇതാണ് കടക്കലിന്റെ പ്രത്യേകത. അതീവ ചൂടാണ് കേട്ടോ. ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ ലാസ്റ്റ് റോയിലൂടെ വെള്ളം കൊടുത്താൽ ഓക്കെ ആയി. 2-3 കെട്ടി വെള്ളം അങ്ങോട്ട് വിടും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ വീഡിയോ അല്ലെങ്കിൽ വാർത്തകൾ എന്നുള്ളതല്ല പ്രാധാന്യം. നമ്മുടെ ഈ പൊങ്കാലയിൽ അണിയേരുന്ന
സഹോദരങ്ങൾക്ക് അമ്മമാർക്ക് കുടിവെള്ളം എത്തിച്ചുകൊണ്ട് ഉത്സവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുകയാണ് സത്യത്തിൽ. തീർച്ചയായും ഞങ്ങൾ നിലപാട് അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവർക്ക് പ്രാഥമികമായി ചില ഫുഡ് സംവിധാനങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ ആയി തുടങ്ങി. കണ്ടില്ലേ, കാരണം ഇത്രയധികം ചൂട് കഴിഞ്ഞ ശേഷം പൊങ്കാല കഴിഞ്ഞ ശേഷം അവർ വാടി തളർന്നു. അത്രയും ചൂട് പ്രകൃതിയുടെ ഒരു വലിയ വിളയാട്ടമാണ് ഈ ചൂട്. ഞങ്ങൾക്ക് തന്നെ അപ്പുറത്തൊരു ഇവിടെ ശുദ്ധജലം അതായത് പൊങ്കാലയ്ക്ക് മുന്നേ ശുദ്ധജലം വാഹനത്തിലെത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പൊങ്കാല നടക്കാനുണ്ട്. ഏകദേശം ഒരു 11 മണിയോടുകൂടി മാത്രമേ നമുക്ക് ഈ പൊങ്കാലയുടെ സമാപനം കുറിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് കടക്കൽ തിരുവാതിര. ഇത് കടക്കലിന്റെ ദേശീയ ഉത്സവം മാത്രമല്ല, ഇത് തെക്കൻ കേരളത്തിന്റെ പൂരമാണ്. എല്ലാവരും വളരെ ശാന്തമായ അന്തരീക്ഷം ഒരുക്കി ഈ ആഘോഷത്തിന്റെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സൃഷ്ടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മനേഷ കൊണ്ടുപോകണം, നേരിട്ട് കൊണ്ടുപോകണം. ഞങ്ങള് സാക്ഷി ടിവിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. എൻ്റെ പേര് രാജ്മോഹനൻ, മറ്റൊന്ന് അർജുൻ, മറ്റൊന്ന് നമ്മുടെ രത്നകുമാർ. ഇങ്ങനെ 3 റിപ്പോർട്ടർമാർ 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ അതായത് സാക്ഷി ടിവി തന്നെ റിപ്പോർട്ടർമാർ പറയുന്നതല്ല, നിങ്ങൾ ഏത് മാനസിക സംഘർഷാവസ്ഥയിലും സന്തോഷത്തിലും നിങ്ങൾ ഒരു നിമിഷം വന്നിരുന്ന് നോക്കൂ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മറക്കും. ഈ തിരുമുമ്പിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം ചൈതന്യമുള്ള, അത്രയധികം എന്താ പറയുന്നത് എനിക്കില്ല, അത്രയധികം ഒരു എടാ അപ്പൊ ലാസ്റ്റ് പോയി കൊടുത്തോ, വെള്ളം കൊടുത്തോ, ലാസ്റ്റ് പോയി പോയ അവിടെയാണ്, അവിടെ എത്തണം, അവിടെ എത്തില്ല ഞാൻ വിഷയം. അപ്പൊ നമ്മള് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും നമ്മള് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇവിടെ വന്ന് നോക്കൂ, ഈ ആൾക്കാരെ ഇരുന്ന് നോക്കൂ, അല്ലെങ്കിൽ ഈ വിശ്വമാനിലേക്ക് നിന്ന് നോക്കൂ. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ ദുഃഖങ്ങൾ അറിയില്ല, നിങ്ങളുടെ വിഷമങ്ങളില്ല. മനംകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം കണ്ടുവരും. അതാണ് വിളിച്ചാൽ നനച്ചാൽ വിളിയെത്തുകയും ചെയ്യുന്ന കടയ്ക്കൽ ഒരു നമ്പുരാട്ടി എന്ന് തന്നെ വേണം പറയാൻ. ഒരു കാലത്ത് ഞങ്ങൾ കടയ്ക്കാർ മാത്രം ആഘോഷമായിരുന്നു ഇല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മാത്രമല്ല, തെക്കൻ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമാണ്. ഇവിടെ പൊങ്കാലയിടുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളവരാരും ഏറെ പങ്കും ഒരുപക്ഷെ പുറത്തുനിന്നുള്ള ആയിരിക്കാം. നമുക്കവരെയൊന്നും പരിചയപ്പെടാൻ ഈ തിരക്കിനെ പറ്റില്ല. കാരണം അതിനുള്ള സംവിധാനമൊന്നുമില്ലല്ലോ. അത്രയ്ക്കധികം ജനങ്ങൾ ഭക്തന്മാർ ഇവിടെ എത്തി അവരുടെ ദേവിയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഒന്ന് തൊഴിൽ വഴങ്ങി പോകാൻ വേണ്ടിയും
ഒരുപാട് ദൂരെ നിന്നെത്തിയ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും സാക്ഷി TV പൊങ്കാല കൃത്യമായിട്ട് ഇന്ന് സമാപനം വരെയും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഇതെന്നാ പൊട്ടി ഈ വെള്ളം പൊട്ടിയാണെന്ന് ലൈവിലെ കൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ട്. എന്റെ കൂടെ ചെറുക്കനെ കാണാനില്ല. ബാക്കി അണ കുടിച്ചു. ഭയങ്കര ചൂട് അതിപ്പം ചൂടും കൂടായപ്പോ തീർച്ചയായും അർജുൻ എത്തി. ഇനി ഈ തത്സമയ ദൃശ്യങ്ങൾ അർജുൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തും. ഒപ്പം ഞാനും ഉണ്ടാകും. ഈ പൊങ്കാലയുടെ സമാപന സമയം വരെയും ഞങ്ങളുണ്ടാകും. ഒപ്പം ഇന്ന് കടക്കൽ മേള ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മേളയുണ്ട്. ഞങ്ങളുടെ ഈ നാട്ടുകാരെ പറയുന്നത് വിരി എന്നാണ് പറയുന്നത്, അതായത് സ്റ്റാള്. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളുമായി ഞങ്ങൾ ഒപ്പം ഉണ്ടാകും. ഒരു 5 നിമിഷം ഞാൻ ഇടവേളയിലേക്കാണ്. അർജുൻ ഈ ദൃശ്യങ്ങൾ പറഞ്ഞു. മോൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ, ഈ ദൃശ്യങ്ങളെല്ലാം പറഞ്ഞത് ചെയ്യേ. ഞാൻ അവിടെ ലാസ്റ്റ് റോയിൽ കൂടെ വെള്ളം എത്തിച്ചില്ലെങ്കിലേ ഇതൊക്കെ ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി ചെയ്യണല്ലോ. ഉത്സവക്കാരായിട്ട് ഇവിടെ മാറിയിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ മൈക്കൂടെ ഒന്ന് തരട്ടെ. ഇത് വെച്ചോ. ഓക്കെ.